അമേരിക്കയുടെ ഒരു കപ്പലിനെ ഇസ്രയേൽ തകർത്തു എന്ന് പറഞ്ഞാലോ? ഞെട്ടുന്ന വാർത്തയാണ്. അമേരിക്കയെ ഇസ്രയേൽ ആക്രമിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇസ്രയേൽ തകർത്തു. 32 പേർ കൊല്ലപ്പെട്ടു. ഇതാണ് വാർത്ത. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ലതല്ല. ഇന്നലെ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഗാസ യുദ്ധം ഉടനെ അവസാനിപ്പിക്കണം, ഇറാനെതിരെ ഒരാക്രമണവും പാടില്ല, കാരണം ഞങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രംപ് കഴിഞ്ഞ 2 മാസം മുമ്പ് എടുത്തിരുന്ന നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലപാടാണ്. നേരത്തെ അന്ന് ട്രംപ് വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? നരകത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കണം, ഗാസയെ തവിടുപൊടിയാക്കണം, എല്ലാവരെയും ഒഴിപ്പിക്കണം, എല്ലാവരെയും നാട് കടത്തണം, എന്നിട്ട് അവിടെ വലിയ ബീച്ച് സിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ജിഹാദി ശക്തികളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടാണെന്ന് വലിയ ആക്ഷേപം ആർക്കുണ്ട്? നെതന്യാഹുവിനുണ്ടെന്ന് മാത്രമല്ല, അത് പ്രകടമാണ്. കാരണം ഹമാസുമായി അമേരിക്കയുടെ നയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീവ്രവാദികളുമായിട്ട് ചർച്ച ചെയ്യത്തില്ലാത്തതല്ല. തീവ്രവാദികളുമായിട്ട്, ഭീകര സംഘടനകളുമായിട്ട് ചർച്ചയില്ല എന്നു പറഞ്ഞ അമേരിക്ക ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഹമാസുമായിട്ട് ചർച്ച നടത്തി. ഇറാനുമായി ചർച്ചയില്ല എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഖമനേയ്ക്ക് കത്തയച്ചു, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, എന്നിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പം അമേരിക്കയുടെ പരമ്പരാഗതമായ നിലപാടുകൾക്കെതിരായി വേണമെങ്കിൽ ഇസ്രയേലിനെ അത്ര ഫേവർ ചെയ്യാത്തൊരു നിലപാടിലേക്ക് മാറുകയാണ്. ബൈഡൻ്റെ കാലത്ത് അമേരിക്ക പരമ്പരാഗതമായ ഇസ്രയേലിൻ്റെ കൂടെയാണ്. എന്നാൽ പോലും പ്രസിഡന്റുമാർ ചില ആഭിമുഖ്യത്തിൽ ചില കുറവ് വരുന്നു. അപ്പോൾ ഖാൻ യൂനിസും റഫയും ഒക്കെ ആക്രമിക്കുന്ന സമയത്ത് തന്ത്രപ്രധാനമായ ബോംബുകളും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള ബോംബുകൾ അമേരിക്ക കൊടുത്തില്ല, തടഞ്ഞു വെച്ചു. അവസാനം ഇന്ത്യയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ട്രംപ് വന്നപ്പോഴാണ് ഈ ബോംബുകൾ വിട്ടുകൊടുത്തത്. അതൊക്കെ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇസ്രയേലിന് വലിയ സഹായകരമല്ലാത്ത നിലപാട് ബൈഡൻ്റെ കാലത്ത് എടുത്തെങ്കിൽ ബൈഡൻ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായി ഇസ്രയേലിനെതിരെയുള്ള നിലപാട് ഇപ്പോൾ ട്രംപ് എടുക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇസ്രയേൽ ബന്ധം, ട്രംപ് നെതന്യാഹു ബന്ധം ഇത്തിരി ഒളിഞ്ഞിരിക്കുകയാണ്. ഇത്തരം അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ലിൻഡൻ ജോൺസൺ 1967 അറബ് യുദ്ധം നടക്കുന്ന 6 ഡേ വാർ, 6 ദിവസ യുദ്ധം. അതായത് അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ, പിന്നെ ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രയേലിന് വൻപൻ സേനമായി, ഇസ്രയേലിനുള്ളതിൻ്റെ 10 പല മടങ്ങ് ശക്തിയുള്ള സൈന്യവുമായി വന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു. അത് 1967 ജൂൺ 5 മുതൽ 10 വരെയാണ് ഈ യുദ്ധം നടന്നത്. ആ സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ എടുത്ത നിലപാടെന്നറിയോ? ഞങ്ങളിതിൽ ഇടപെടത്തില്ല, നിങ്ങൾ തമ്മിൽ തീർത്തോ. അതായത് ഇസ്രയേലിനെ സഹായിക്കാത്തൊരു നിലപാട് അന്നും അമേരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രയേൽ ഇല്ല എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോൾ സുഡാപ്പികളൊക്കെ പറഞ്ഞ് അമേരിക്ക എങ്ങാനും മാറിയാൽ ഇസ്രയേലിൻ്റെ പരിപ്പെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തേങ്ങയും നടന്നിട്ടില്ല. ഇവരെല്ലാം വന്നിട്ട് ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ 5 ഇരട്ടി 6 ഇരട്ടി വലിപ്പമുള്ള അറബ് സേന ഒന്നിച്ച് വന്നിട്ട് നിലം തൊടാതെ അവരെ തവിടുപൊടിയാക്കുന്നത് മാത്രമല്ല, ജൂൺ 10 നമ്മളിന്ന് പറയുന്ന ഗാസ ഈജിപ്തിൻ്റെ കയ്യിലായിരുന്നു. ഗാസ ഇസ്രയേൽ പിടിച്ചെടുത്തു, ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന്. സീനായി പിടിച്ചെടുത്തു. പിന്നെ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നില്ലേ, വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ ആയിരുന്നു. ജോർദാൻ്റെ കയ്യിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തു. ഗോലാൻ കുന്നുകളിൽ സിറിയയുടെ ആയിരുന്നു, ഇസ്രയേൽ പിടിച്ചെടുത്തു. അവരെ തോപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഭൂപ്രദേശം കൂടി പിടിച്ചെടുത്ത് ഇസ്രയേൽ വിശാല ഇസ്രയേലിൽ നിന്നുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് പോയി. അതായത് അടിയും കൊണ്ട് തുണിയും പറിച്ച് ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അതാണ് സംഭവിച്ച ഈ അറബ് യുദ്ധകാലത്ത് ആ 6 ഡേ വാറിൽ. ഈ 6 ഡേ വാറിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഈ 6 ഡേ വാറിൽ ന്യൂട്രൽ നിലപാടെടുത്ത്, ന്യൂട്രൽ നിലപാടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു 6 രാജ്യങ്ങൾ വന്നിട്ട്, വലിയ പ്രബലമായ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് വന്നിട്ട് അവരുടെ 4/1 മാത്രം സൈനിക ശേഷിയുള്ള ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രയേലുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ഇസ്രയേലിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാട് പണ്ടേ ഉള്ള അമേരിക്ക ന്യൂട്രൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മറ്റവരെ സഹായിക്കുക എന്നാണ്. അപ്പോൾ ഇതിനെതിരെ ലിൻഡൻ ജോൺസന്റെ ഈ നിലപാടിനിടെ ജൂതന്മാർ വൈറ്റ് ഹൗസിന് മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അമേരിക്കയുടെ നയതല്ല, ജൂതന്മാരെ സഹായിക്കുമെന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷേ ലിൻഡൻ ജോൺസൺ ചെയ്യുന്നത് അമേരിക്കയുടെ നിലപാടിനെതിരാന്നുള്ള വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തും അമേരിക്ക കൈകെട്ടി ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നടന്ന സംഭവമാണ്. അപ്പോൾ ഇസ്രയേൽ
ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളെ തോൽപ്പിക്കുക മാത്രമല്ല അമേരിക്കയ്ക്ക് ഒന്നാം തരം ഒരു പണിയും കൊടുത്തു. ആ പണിയുടെ കഥ അധികം പേർക്കും അറിയില്ല. അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ലിബർട്ടി AGTR 5 എന്ന് പറയുന്ന കപ്പൽ ഇസ്രയേൽ ആക്രമിച്ച് തവിടുപൊടിയാക്കി. 32 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു. ഇതിൽ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ നേവൽ ഹിസ്റ്ററിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചോര പുരണ്ട ഏറ്റവും തിക്തമായ പാഠമാണ് USS ലിബർട്ടി എന്ന അവരുടെ ഇൻ്റലിജൻസ് ഷിപ്പിൻ്റെ തകർച്ച. ആ കഥ നമുക്കൊന്ന് പ്രേക്ഷകരോട് പറയാം. കാരണം വീണ്ടും ട്രംപ് എടുക്കുന്ന ഭ്രാന്തൻ നിലപാടുകൾ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഭീഷണിപ്പെടുത്തു വരുന്നു നെതന്യാഹുവിനെ വിളിച്ചിട്ട് ഗാസ യുദ്ധം അങ്ങ് അവസാനിപ്പിച്ചേക്കണം, നിങ്ങൾ പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അപ്പോഴാണ് ഞാൻ പണ്ട് USS ലിബർട്ടിയുടെ കഥയൊന്നും പറയാതെ പോകണ്ടാന്ന് കരുതിയത്. അപ്പോൾ പ്രേക്ഷകർ ഈ കഥ കേൾക്കണം. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്റ്റ് നയിക്കുന്ന അറബ് സേനയുമായി ഇസ്രായേൽ യുദ്ധത്തിൽ. ആ സമയത്ത് ലിബർട്ടി എന്ന് പറയുന്ന ഈ കപ്പൽ ഒരു ഇൻ്റലിജൻസ് ഗാദറിംഗ് ഷിപ്പാണ്. അവർ നേരെ ഈ മെഡിറ്ററേനിയൻ സീയിലേക്ക് വരുന്നു. ഇത് ബെൽമോണ്ട് ക്ലാസ് കപ്പലാണ്. ആ കപ്പൽ ടെക്നിക്കൽ റിസർച്ച് ഷിപ്പായിട്ട് 1964 ഇൻ്റലിജൻസ് ഷിപ്പാക്കി മാറ്റി. അതായത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള കപ്പലാക്കി മാറ്റി. അമേരിക്കയ്ക്ക് അറിയണം ഈ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എവിടെ വരെ പോകും. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ പിന്നിൽ ആരുണ്ടെന്നറിയോ? സോവിയറ്റ് യൂണിയൻ ഉണ്ട്. അതാണ് ഇസ്രയേലിൻ്റെ സങ്കടം. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പരമ്പരാഗത ശത്രുക്കൾ അറബ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. എന്നിട്ടും അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്നില്ല. ഇസ്രയേൽ ഒറ്റയ്ക്ക് പൊരുതണം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കപ്പൽ യുദ്ധക്കപ്പലൊക്കെ ആണെങ്കിലും അതിനകത്ത് ഈ 0.50 കാലിബർ മെഷീൻ ഗണ്ണുകൾ മാത്രമേ ഈ കപ്പലിലുള്ളൂ. കാരണം അത് ഇൻ്റലിജൻസ് ഗ്യാദറിംഗ്, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള കപ്പലാണ്. സാധാരണ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമൊക്കെ നടക്കുമ്പോൾ അത് എസ്കലേറ്റ് ചെയ്ത് ഏത് വരെ പോകുമെന്ന് അറിയാനായിട്ട് വിമാനങ്ങൾ അയക്കും. പക്ഷേ വിമാനങ്ങളെക്കാൾ നല്ല സേഫായിട്ട് ഒരിടത്ത് തന്നെ വിമാനങ്ങൾ പറന്ന് നടക്കണ്ടേ. കപ്പലാണ് കടലിൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്തിട്ടിട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കിടക്കാമെന്ന് കരുതിയിട്ടാണ് ഈ കപ്പൽ അങ്ങോട്ട് പോകുന്നത്. ഈ കപ്പൽ അങ്ങനെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വന്ന് ആങ്കർ ചെയ്ത് ഈ അറബ് രാജ്യങ്ങളും ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? കണ്ടുകൊണ്ട്. അമേരിക്ക ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല, സഹായിക്കുകയാണ് വേണ്ടത്. ഇവർ കാണാൻ വേണ്ടി ഇരിക്കുക. കണ്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് മഹാഭാരതത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞ പോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമേരിക്കയിലേക്ക് സൈന്യത്തിനെ അറിയിച്ചുകൊണ്ടിരിക്കുക. അതാണ് ലിബർട്ടിയുടെ ജോലി. ഇത് സ്വാഭാവികമായും നമ്മളെ സഹായിക്കേണ്ട ഒരുത്തൻ നമുക്കിട്ട് മറ്റോ 5-6 പേര് വന്ന് അടിക്കുമ്പോൾ നമ്മളെ സഹായിക്കേണ്ട നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു കൈയും കെട്ടി ഇത് കണ്ട് രസം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കിത് ദേഷ്യമൊക്കെ വരും. കിട്ടുമ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ ഇവനിട്ട് എറിയാൻ കൊടുക്കും, നമ്മുടെ ചേട്ടനാണേലും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജൂലൈ 8-ാം തീയതി 5-ാം തീയതി യുദ്ധം തുടങ്ങി. യുദ്ധം കൊടുമ്പുരിക്കൊണ്ട് അതിഭീകരമായ യുദ്ധം നടക്കുകയാണ്. ഇസ്രായേൽ ഒറ്റയ്ക്കാണ്, കുഞ്ഞു രാജ്യമാണ്, ചെറിയ സൈന്യമാണ്. അപ്പുറത്ത് അറബ് രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ, ആയുധ സഹായമൊക്കെ ഉണ്ട്. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മെഡിറ്ററേനിയൻ കടലിൽ കിടക്കുന്ന USS ലിബർട്ടിയുടെ നേർക്ക് ഇവരുടെ ഇസ്രയേലിൻ്റെ അന്ന് ജൂലൈ 8-ാം തീയതി 3 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ഉള്ളപ്പോൾ 8 ഇസ്രയേലിൻ്റെ മിറാഷ് വിമാനങ്ങൾ USS ലിബർട്ടിയുടെ നേരെ വന്നു. ലിബർട്ടിക്ക് ചുറ്റും അവർ പറന്നിട്ട് തിരിച്ചുപോയി. വീണ്ടും അവർ തിരിച്ചു വന്നിട്ട് അവർ 30 mm കാനൻ വിമാനത്തിലെ പീരങ്കി ഉപയോഗിച്ച് കപ്പലിനെ വെടിവെച്ചു. അമേരിക്കയുടെ കപ്പലാണ്, അമേരിക്കൻ ഫ്ലാഗ് പറക്കുന്നുണ്ട്. 8 മിറാഷ് വിമാനങ്ങൾ, ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ USS ലിബർട്ടിയെ വെടിവെച്ചു. ഉടനെ ഇവരെന്ത് ചെയ്തു? ഇവരുടെ പക്കൽ ഈ 0.50 കാലിബറുള്ള മെഷീൻ ഗണ്ണുകളുണ്ട്. അതുകൊണ്ട് അവർ വെടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. വിമാനത്തിൽ നിന്ന് പീരങ്കി ഏതെങ്കിലും മെഷീൻ ഗണ്ണാണ്. അവരാദ്യമേ എന്ത് ചെയ്തു? ഈ മെഷീൻ ഗണ്ണുകൾ കപ്പലിലെ ചെറിയ പീരങ്കികൾ തകർത്തു. പിന്നീട് അവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആൻറ്റന തകർത്തു. അപ്പോൾ പിന്നെ ഈ കപ്പലിന് വേറെ ആരെയും വിളിച്ച് ഒന്നും അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അത്രയും കഴിഞ്ഞപ്പോൾ പിന്നീട് കാണുന്നത് കുറേ ബോംബർ വിമാനങ്ങൾ ഇങ്ങ് പറന്നു വന്നു ഇസ്രായേലിൻ്റെ. വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിക്രൂരമായ കാര്യമാണ്. നാപ്പാം ബോംബുകൾ ഈ കപ്പലിലേക്ക് ഇട്ടു. നാപ്പാം ബോംബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിയറ്റ്നാം യുദ്ധം ഓർക്കും. വിയറ്റ്നാം യുദ്ധം നടക്കുമ്പോൾ വിയറ്റ്നാമിലെ ജനങ്ങൾക്ക് നേരെ അമേരിക്കൻ നാപ്പാം ബോംബ് പ്രയോഗിച്ചു. നമ്മളൊരു പ്രസിദ്ധമായ ചിത്രമുണ്ട്, ഒരു പെൺകുട്ടി പത്രം തീപിടിച്ച് തെരുവിലൂടെ ഓടുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ കപ്പലിന് നേരെ നാപ്പാം ബോംബുകൾ വർഷിച്ചു. എന്നിട്ടും തീർന്നില്ല. കടലിലൂടെ
ഇസ്രയേലിന് 3 ടോർപിഡോ ബോട്ടുകൾ പാഞ്ഞു വന്നിട്ട് അതിൻ്റെ ഈ USS ലിബർട്ടിയുടെ സ്റ്റാർബോർഡ് സൈഡിലേക്ക് ടോർപിഡോകൾ അയച്ച് അതിൻ്റെ സൈഡിൽ വലിയ ഗർത്തങ്ങളുണ്ടായി. 25 പേര് അപ്പം തന്നെ മരിച്ചു. അപ്പോൾ ഇതിനകത്ത് അമേരിക്കൻ സൈനികർ, അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, നാവികർ, സീമൻ ഒക്കെ മരിച്ചു. അങ്ങനെ ഈ ആക്രമണം 4:30 വരെ നീണ്ടു. 3:05 തുടങ്ങിയിട്ട് 4:30 വരെ ഏതാണ്ട് 1.5 മണിക്കൂർ USS ലിബർട്ടി എന്ന് പറയുന്ന ഈ കപ്പലിനെ തകർക്കാനായിട്ട് ഇസ്രയേൽ ഭീകരമായ കടലിൽ നിന്നും കരയിൽ നിന്നും ആക്രമണം നടത്തി. 32 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയുടെ 6ാം കപ്പൽപ്പട വന്നിട്ട് ഈ ലിബർട്ടിയെ കെട്ടിവലിച്ച് മാൾട്ട എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, മാൾട്ടയെ കൊണ്ടുപോയി റിപ്പയർ ചെയ്യായിരുന്നു. അത് പിന്നത്തെ കഥ. അപ്പോൾ അങ്ങനെ ഈ ആക്രമണം നടന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് ആക്രമണം നടന്ന കാര്യം അമേരിക്കയിൽ അറിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ആദ്യം ഓർത്തത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചെന്നാണ്. കാരണം കപ്പലുമായിട്ട് ബന്ധപ്പെടാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ അമേരിക്കനെ ആക്രമിക്കുകയാണെങ്കിൽ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വിവരം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് പറയുന്നത് അല്ല, ഇത് ഇസ്രായേൽ അടി തന്നതെന്ന് പറയും. കാരണം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളാണ് USS ലിബർട്ടി തകർത്തത് പറഞ്ഞു. ഇസ്രായേൽ തന്നെ റേഡിയോയിലൂടെ ലോകത്തെ അറിയിച്ചു, ഞങ്ങൾ അമേരിക്കൻ കപ്പലായ USS ലിബർട്ടിയെ ആക്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഖേദിക്കുന്നു, ഞങ്ങൾ കരുതി അത് ഈജിപ്ഷ്യൻ കപ്പലായ അൽ ഖസീർ ആണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആക്രമിച്ചത്. കാരണം ഈ 2 കപ്പലിൻ്റെ, അൽ ഖസീർ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ കപ്പലും ഈ അമേരിക്കയുടെ USS ലിബർട്ടി എന്ന് പറയുന്ന കപ്പലിൻ്റെ ഹള്ളിൻ്റെ ഡിസൈൻ ഒരുപോലെയാണ്. പിന്നെ അമേരിക്കയുടെ കൊടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവർ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അമേരിക്കയുടെ കൊടി വെച്ചതാണെന്ന് ഞങ്ങൾ കരുതി, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്ക ശരി അങ്ങനെയാണല്ലേ, ശരി ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാലും അമേരിക്ക സ്വന്തം നിലയ്ക്ക് ഒരു കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചു. എൻക്വയറി പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ട് വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതും ദുരൂഹതയുളവാക്കുന്നതുമാണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് വിചാരിച്ചാലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയിലെ ജൂതന്മാർ അതുപോലെ ശക്തരാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ നിലപാടെടുത്ത ആ സർക്കാർ വീഴും. കാരണം അമേരിക്കയുടെ ബാങ്കുകൾ, സമ്പദ്ഘടന, ശാസ്ത്രമേഖല, എല്ലാ തന്ത്രപ്രധാനമായ മേഖലകളിലും ഇരിക്കുന്നത് ജൂതന്മാരാണ്. അപ്പോൾ അമേരിക്കയെ ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയല്ല, ഡെമോക്രാറ്റുകളും അല്ല, പിന്നെ ആരാ? ജൂതന്മാരാണ്. ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ എടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടിന് ജൂതന്മാർ പണി കൊടുത്തതാണോ എന്നൊരു തിയറിയുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന കുറേ കാര്യങ്ങൾ കോർട്ട് ഓഫ് എൻക്വയറിയിൽ വന്നിരുന്നു. ഒന്ന്, ഈ കപ്പലിന് ലിബർട്ടിക്ക് ഒരു മെസ്സേജ് പോയിരുന്നു. അതായത് ഈ യുദ്ധം നടക്കുന്നിടത്ത്, അടി നടക്കുന്നിടത്ത് പോയി തല കൊടുത്ത് മേടിക്കരുത്, 100 മൈൽ അപ്പുറത്തേ നിൽക്കാവുള്ളൂ എന്നൊരു മെസ്സേജ് അമേരിക്കൻ സൈനിക നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോയിരുന്നു. പക്ഷേ അത് എന്തുപറ്റി? അത് അവിടെ കിട്ടിയില്ല. അത് റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ എവിടെയോ എറർ പറ്റിയിട്ട് ഈ മെസ്സേജ് USS ലിബർട്ടിക്ക് കിട്ടിയില്ല. ഈ കപ്പലിൻ്റെ ക്യാപ്റ്റന്, കമാൻഡർക്ക് തന്നെ അതൃപ്തിയുണ്ട്. ഇടയ്ക്ക് അവിടെ കൂട്ടടി കിടക്കുന്നു, അതിൻ്റെ പറ്റ പോയിട്ട് വിവരം പിടിക്കാവുന്ന അടി നമുക്കിട്ടും കിട്ടത്തില്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ മറ്റ് ഡിസ്ട്രോയർ കപ്പലുകളൊക്കെ മെഡിറ്ററേനിയൻ സീലുണ്ട്, ആ കൂട്ടത്തിൽ നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ ഒന്ന്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ 100 മൈൽ അപ്പുറത്തേ നിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞ മെസ്സേജ് കപ്പലിലേക്ക് ചെന്നില്ല. 2, കപ്പലിലെ ക്യാപ്റ്റന് സ്വമേധയാ അഭിപ്രായം ഉണ്ടായിരുന്നത് എന്താണ്? ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ട, നമുക്ക് നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ കൂട്ടത്തിൽ നിന്നാൽ മതി എന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അങ്ങോട്ട് അറിയിച്ചിട്ടും അതിന് റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷനാണോ എന്തോന്നറിയില്ല. പിന്നെ ഇനി പറയുന്നത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞാൽ, ഇതിനകത്ത് എൻക്വയറിയിൽ മനസ്സിലായി ഈ കപ്പൽ അമേരിക്കൻ USS ലിബർട്ടി എന്ന് പറയുന്ന കപ്പൽ അമേരിക്കയുടേതാണെന്ന് ആക്രമണത്തിന് 3 മണിക്കൂർ മുമ്പേ ഇസ്രായേൽ നേതൃത്വത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് ആ വിവരം അമേരിക്കയ്ക്ക് പറ്റിയ വീഴ്ച പോലെ, അല്ലെങ്കിൽ പറ്റിച്ച വീഴ്ച പോലെ, ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന് 3 മണിക്കൂർ മുമ്പേ മനസ്സിലായി ഈ കിടക്കുന്ന മധ്യധരണാടിയിൽ മെഡിറ്ററേനിയൻ സീൽ ഈ ഒറ്റയ്ക്ക് വന്ന് നങ്കൂരം വിട്ട് കിടക്കുന്ന ഈ യുദ്ധക്കപ്പൽ അമേരിക്കയുടെ തന്നെയാണെന്ന് 3 മണിക്കൂർ മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു. ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന് അറിയായിരുന്നു. പക്ഷേ ആ മെസ്സേജ് അറ്റാക്കിന് പോയ എയർഫോഴ്സിനും നേവൽ പട്രോൾ ബോട്ടുകൾക്കും കൈമാറിയില്ല. അപ്പോൾ ആ അടി നടന്നോട്ടെ എന്ന് ഇസ്രായേലിൻ്റെ നേതൃത്വം ആഗ്രഹിച്ചോ?
ഒരു സംശയം അത്. ഇനി ലിബർട്ടി എന്നുള്ള കപ്പൽ അവർ സഹായത്തിന് തേടാനായിട്ടൊക്കെ റേഡിയോ സംവിധാനമൊക്കെ ഇസ്രയേൽ അങ്ങ് ജാം ചെയ്തിട്ടാണ് ഈ എയർഫോഴ്സ് വന്ന് ആക്രമിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വേറെ തരത്തിൽ റേഡിയോ ഒക്കെ റെഡിയാക്കിയിട്ട് അവർ തൊട്ടടുത്തുള്ള വിമാനവാഹിനിക്കപ്പലായ സറാട്ടോഗയായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, കടലിൽ നിന്നും കരയിൽ നിന്നൊക്കെ ആകാശത്തു നിന്നും ആക്രമണം ഉണ്ടായി, 32 പേർ മരിച്ചു, ഒരുപാട് 170ഓളം പേർക്ക് 170ഓളം പേർക്ക് പരിക്കുണ്ട്, കപ്പലിന് വലിയ തുളകൾ വീണു, ദ്വാരങ്ങൾ വീണു, കപ്പൽ മുങ്ങാനിടയുണ്ടെന്നുള്ള മെസ്സേജ് വിമാനവാഹിനി കപ്പലിലേക്ക് ലിബർട്ടിയിൽ നിന്ന് പോയി. ലിബർട്ടിയിൽ നിന്ന് അപ്പോൾ എന്ത് ചെയ്തു? 12 ലിബർട്ടി എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലാണ്. വിമാനവാഹിനി കപ്പലിൽ നിന്ന് 4 ടാങ്കർ പ്ലെയിനുകളും 12 അമേരിക്കൻ യുദ്ധവിമാനങ്ങളും മെഡിറ്ററേനിയൻ സീയിലേക്ക് പറന്നു. അതായത് ആരെ സഹായിക്കാൻ? ലിബർട്ടിയെ സഹായിക്കാൻ. ആക്രമണകാരികളായ ഇസ്രയേലിനെ തുരത്താൻ വേണ്ടി 12 യുദ്ധവിമാനങ്ങളും 4 ടാങ്കർ പ്ലെയിനുകളും, അതായത് ഈ യുദ്ധവിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യാൻ ഇന്ധനം കൊടുക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ലിബർട്ടിയിലെ മെസ്സേജ് കിട്ടിയതിനനുസരിച്ച് അങ്ങോട്ട് വരുന്നു. പക്ഷേ പകുതി എത്തിയപ്പോൾ അവരോട് തിരിച്ചു വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഇപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നൊരു അടി അമേരിക്കയ്ക്ക് കിട്ടട്ടെ എന്ന് ആരോ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കപ്പലുകളെ തിരിച്ച് വിളിച്ചു. ഇനിയിപ്പോൾ അതിനുള്ള തിയറി എന്നൊക്കെ പറഞ്ഞാൽ ഇത് 2 തിയറിയാണ്. ഒന്ന്, ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തല്ലോ. ഗോലാൻ കുന്നുകൾ സിറിയയിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് അതിഭീകരമായ ആക്രമണം നടത്തില്ല, വലിയ തോതിലുള്ള കൂട്ടക്കൊല നടന്നിട്ടോ. അപ്പോൾ അത് ഗോലാൻ കുന്നുകളൊക്കെ പിടിച്ചെടുക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് വരും. ആ വാർത്ത അങ്ങനെ വരരുത്. മറിച്ച് അമേരിക്കൻ കപ്പൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു എന്നൊരു വാർത്ത വരുമ്പോൾ അതിൽ മറ്റത് മുങ്ങിപ്പോകും. കോൺസെൻട്രേഷൻ അതിലേക്ക് പോകും. അമേരിക്കക്കിട്ട് ഇസ്രയേൽ അടിച്ചോ, എന്താ ഇനി സംഭവിക്കുക, 32 പേര് മരിച്ചോ എന്നുള്ള ഇപ്പുറത്ത് ഘോരമായ യുദ്ധം നടക്കും. ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ പോകുന്ന മാത്രം ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയെ ഇസ്രയേൽ ആക്രമിച്ചു, 32 പേർ മരിച്ചു, 170 പേർക്ക് പരിക്ക്, കപ്പൽ മുങ്ങുന്നു എന്നുള്ള വാർത്ത വരും. അപ്പോൾ ഗോലാൻ കുന്ന് പിടിച്ചെടുത്തതും അവിടെ നടന്ന വലിയ തോതിലുള്ള ആൾനാശവും വാർത്തയല്ലാതാവും. ഇതിനു വേണ്ടി അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് നടത്തിയൊരു പ്ലാനാണോ എന്നൊരു തിയറിയുണ്ട്. ഇതിന് ഒരു ഉദാഹരണമായിട്ട് ലാറി വീവർ എന്ന് പറയുന്ന ഈ കപ്പലിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസർ, അയാൾ ഈ കപ്പലിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇസ്രയേൽ വിമാനം പറന്നു വരുന്നത്. അതിൻ്റെ പിന്നാലെ കുറേ വിമാനങ്ങൾ വരുന്നു. ഈ വിമാനം ലാറി വീവർ ഈ എൻക്വയറി കമ്മീഷന് പോകാൻ പറഞ്ഞതെന്നറിയോ? ആ വിമാനം പറന്ന് കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ പൊക്കത്തിലെത്തി. അപ്പോൾ ഞാൻ കണ്ടു ആ വിമാനത്തിൻ്റെ സൈഡിൽ ഒരു ഡേവിഡിൻ്റെ നക്ഷത്രം, ഇസ്രയേലിലെ ചിഹ്നം പതിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോ പൈലറ്റിനെ ഞാൻ കണ്ടു. നമ്മുടെ സൗഹൃദ രാജ്യമല്ലേ, നമ്മുടെ ഇസ്രയേലിലെ വിമാനമല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ പുള്ളിക്ക് കൈവീശി കാണിച്ചു. കോ പൈലറ്റ് പുള്ളിയും കൈവീശി കാണിച്ചു. ഞാൻ ചിരിച്ചു, അയാളും ചോദിച്ചു. അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന്മാർ ബോംബിട്ടു. അപ്പോൾ അമേരിക്കൻ കപ്പലാണ്, ഞങ്ങൾ സൗഹൃദ രാജ്യമാണ്, ഞാനൊരു വെള്ളക്കാരനാണെന്ന് ആര് കണ്ടു? ഞാൻ അറബിയല്ല എന്ന് ആ പൈലറ്റ് കണ്ടു. ഞാൻ വിഷ് ചെയ്തപ്പോൾ അയാൾ വിഷ് ചെയ്തു, ഞാൻ ചിരിച്ചപ്പോൾ ആ കോ പൈലറ്റ് ചിരിച്ചു. അതിനുശേഷം അവൻ ബോംബിടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ദുരൂഹ തിയറികൾക്ക് ഒന്ന്, അമേരിക്കയും ഇസ്രയേലും ഒത്തുചേർന്നിട്ട് സ്വന്തം ഭടന്മാരെ കൊന്ന് സ്വന്തം കപ്പൽ നശിപ്പിച്ച് ഒരു വലിയ ഇസ്രയേലിൻ്റെ ഭൂവിസ്തൃതി കൂട്ടാനുള്ള കാര്യത്തിന് അമേരിക്ക കൂട്ടുനിന്നോ എന്നൊരു ചോദ്യം, ഒരു തിയറി. രണ്ടാമത്തെ തിയറി അതിനേക്കാളും മാരകമാണ്. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ലോകത്താരു കൂടെയില്ലെങ്കിലും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ മനക്കട്ടി, അതുകൊണ്ട് ഞങ്ങൾ മുന്നേറും. ഇനി അമേരിക്ക വന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്നാലും ചേട്ടാ ഞങ്ങൾ പണി തരും എന്ന് ലോകത്തിന് മുന്നിൽ ഇസ്രയേൽ കാണിച്ചു കൊടുത്തതാണോ എന്നൊരു ദുരൂഹമായ ചോദ്യം കൂടി USS ലിബർട്ടി എന്നുള്ള അമേരിക്ക യുദ്ധക്കപ്പലിനെ ഇസ്രയേൽ ആക്രമിച്ചതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ലോകത്താര് എതിര് നിന്നാലും അമേരിക്കയല്ല, ഞങ്ങളുടെ കരുത്ത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ ജൂതന്മാരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനങ്ങളാണ്, ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഇസ്രയേലിനെ നിന്നെ ഞാൻ ഭാരമുള്ള കല്ലുപോലെയാക്കും. നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം പരിക്കേൽക്കപ്പെടും, നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ പരിക്കേൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേലിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയാണെങ്കിൽ പോലും പരിക്കേൽക്കപ്പെടും എന്നുള്ള ആ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരാക്രമണമാണ്
ഇസ്രയേൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ലിബർട്ടിക്ക് നേരെ നടത്തിയത് എന്ന് വിശ്വസിക്കാനാണ് ഇസ്രയേൽ വിശ്വാസിയായ ജൂതന്മാരെ ഇഷ്ടപ്പെടുന്ന, ഇസ്രയേൽ നയിക്കുന്ന യുദ്ധം നേരത്തെ നിശ്ചയിക്കപ്പെട്ട യുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.